കഞ്ചിക്കോട് ബ്രൂവറി ഫാക്ടറിക്ക് അനുമതി നൽകിയതാണല്ലോ ഇപ്പോൾ വിവാദമായി കത്തിപ്പടരുന്നത്. ഈ വിവാദത്തിന് പിന്നിൽ കർണാടകയിലെ സ്പിരിറ്റ് ലോബി എന്ന് തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് CPM. കർണാടകയിലെ സ്പിരിറ്റ് ലോബികൾക്ക് ഇവിടെ കേരളത്തിൽ സ്വന്തമായി സ്പിരിറ്റ് ഉൽപ്പാദനം തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 10 കോടി ലിറ്റർ സ്പിരിറ്റാണ് ഒരു പ്രതിവർഷം കേരളം ഇറക്കുമതി ചെയ്യുന്നത്. 10 കോടി ലിറ്റർ സ്പിരിറ്റ്. ഇത് പ്രധാനമായും വരുന്നത് കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും ഡിസ്റ്റിലറികൾ നിയന്ത്രിക്കുന്നത് കോൺഗ്രസ് നേതാക്കളാണ്. അവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് പല ഡിസ്റ്റിലറികളും. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ എതിർക്കപ്പെടുമ്പോൾ ഇവിടെ ഒരു ഡിസ്റ്റിലറി സർക്കാർ വ്യവസായ സൗഹൃദമാകുന്നതിൻ്റെ പേരിൽ കഞ്ചിക്കോട് ഒരു ഡിസ്റ്റിലറി തുടങ്ങാൻ ഒരു കമ്പനിക്ക് അനുമതി കൊടുക്കുമ്പോൾ, മൽഹോത്രയുടെ കമ്പനിക്ക് അനുമതി കൊടുക്കുമ്പോൾ അത് ശരിയല്ല, അവിടെ അഴിമതിയുണ്ട് എന്ന് കോൺഗ്രസ് പറയാൻ കാരണം കോൺഗ്രസ് നേതാക്കളുടെ, ദേശീയതല നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്. കാരണം കർണാടകയിലെ സ്പിരിറ്റ് ലോബിക്ക് വൻ നഷ്ടമാകും. പാലക്കാട് സ്പിരിറ്റ് ഉൽപ്പാദന കേന്ദ്രം വന്നു കഴിഞ്ഞാൽ വൻ നഷ്ടമാകും ഉണ്ടാവുക. എന്നിട്ട് CPM കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. 10 കോടി ലിറ്റർ സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഒരു ദിവസം 10 ലക്ഷം ലിറ്റർ വെള്ളം നൽകാമെന്ന് ജല അതോറിറ്റി കമ്പനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പോരാ, ഇത് ഇനിയുമുണ്ട് വിശദീകരണം. പാരിസ്ഥിതിക ആഘാത പഠനം നടത്തി പരിസ്ഥിതി വകുപ്പിൻ്റെ അനുമതി വേണം, മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അനുമതി വേണം, അതുപോലെ തന്നെ ജല അതോറിറ്റിയുടെ അനുമതി വേണം, ഭൂഗർഭ ജല വകുപ്പിൻ്റെ അനുമതി വേണം. ഈ പഠനമൊക്കെ നടന്ന് അതിൻ്റെ അനുമതി ലഭിച്ച ശേഷം മാത്രമേ ഈ ഒരു ബ്രൂവറി സ്ഥാപിക്കാൻ ഇവർക്ക് ഒയാസിസ് കൊമേഴ്ഷ്യലിന് അനുമതി നൽകുകയുള്ളൂ, പൂർണ്ണ അനുമതി നൽകുകയുള്ളൂ, അല്ലെങ്കിൽ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ എന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പിന്നിൽ കർണാടകയിലെ സ്പിരിറ്റ് ലോബി എന്ന് CPM പറയുമ്പോൾ എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല? അതുമാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയം പുറത്തിറക്കിയപ്പോൾ അതിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് സ്പിരിറ്റ് നിർമ്മാണം, അതിനുള്ള വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങും എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷം ഇതിന് ഒരു വാക്കുകൊണ്ടുപോലും എതിർത്തില്ല, വിമർശിച്ചില്ല. ഇപ്പോഴെന്തിനാണ് വിമർശിക്കുന്നത്? ഒരു കമ്പനിക്ക് അധികാരം കൊടുക്കുമ്പോൾ, ഒരു കമ്പനിക്ക് അനുമതി നൽകുമ്പോൾ എന്തിനാണ് വിമർശിക്കുന്നത്? ഇത് 1 വർഷത്തോളമായി, അതായത് കഴിഞ്ഞ ജനുവരിയിലാണ് ഇതിൻ്റെ അന്തിമ രൂപം, അല്ലെങ്കിൽ എക്സൈസ് കമ്മീഷണർ ഈ കമ്പനിക്ക് അനുമതി നൽകാം എന്ന് പറഞ്ഞ് റിപ്പോർട്ട് സമർപ്പിച്ചത്. എക്സൈസിൻ്റെ റിപ്പോർട്ട് വേണം. ഈ സ്പിരിറ്റ് നിർമ്മാണം, മദ്യനിർമ്മാണം ഒക്കെ തുടങ്ങുന്നതെങ്കിൽ എക്സൈസിൻ്റെ റിപ്പോർട്ട് വേണം. അങ്ങനെ എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിട്ട് 1 വർഷമായി. ആ 1 വർഷം കഴിഞ്ഞ് ആണ് അടുത്ത 1 വർഷം, ജനുവരിയിലാണ് ഇതിന് അനുമതി നൽകുന്നത്. അപ്പോൾ 1 വർഷത്തോളം ഈ ഫയൽ കൃത്യമായി പഠിച്ച ശേഷം, സാധ്യതകളൊക്കെ പഠിച്ച ശേഷമാണ് അനുമതി നൽകുന്നത്. ഇതിനകത്ത് അഴിമതിയുടെ ഒരു കറയും പുരണ്ടിട്ടില്ല എന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. എന്നാൽ അവിടെയുള്ള പ്രാദേശിക നേതൃത്വം, അതായത് പ്രതിപക്ഷ നേതൃത്വം, കോൺഗ്രസും അതുപോലെ തന്നെ പഞ്ചായത്തും ഒക്കെ സർക്കാരിനെതിരെ രംഗത്ത് എത്തിയിട്ടുണ്ട്. കാരണം അവിടെ പ്ലാച്ചിമടയിലെ കൊക്കക്കോള വിരുദ്ധ സമരത്തിൻ്റെ അലയൊലികൾ ഇപ്പോഴുമുണ്ട്. അവിടെ ജലക്ഷാമം രൂക്ഷമായ ജില്ലയാണ്, ജലദൗർലഭ്യമുണ്ട്. അതുകൊണ്ട് ഇത്തരം വ്യവസായങ്ങൾ നടത്താൻ പാടില്ല എന്നാണ് പഞ്ചായത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും നിലപാട്. BJPയുടെ നിലപാടിനെയും CPM എതിർക്കുന്നുണ്ട്. ഈ കോൺഗ്രസിൻ്റെ നിലപാടിനെ എതിർത്ത കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. BJPയുടെ നിലപാടിനെയും CPM എതിർക്കുന്നതാണ്. അതായത് സ്പിരിറ്റ്, അതായത് എഥനോൾ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് പാരിസ്ഥിതിക മലിനീകരണം കുറയ്ക്കുക എന്നത് കേന്ദ്ര നയമാണ്. ആ കേന്ദ്ര നയത്തിൻ്റെ പിൻപറ്റിയാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സംരംഭത്തിന് അനുമതി നൽകുന്നത്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ നയം പിന്തുടരുന്ന സംസ്ഥാന സർക്കാരിനെ എന്തുകൊണ്ട് BJP എതിർക്കുന്നു? BJPക്ക് ഇക്കാര്യം മനസ്സിലാകുന്നില്ലേ, വ്യക്തമാകുന്നില്ലേ എന്നും CPM ചോദിക്കുന്നുണ്ട്. BJPയും പ്രതിഷേധവുമായി രംഗത്തുണ്ടല്ലോ. എന്നാൽ ഈ അവിശുദ്ധ കമ്പനിക്ക്, അതായത് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ പ്രതിസ്ഥാനത്ത് വന്ന കമ്പനിയാണ് മൽഹോത്രയുടെ ഒയാസിസ് കമ്പനി. അതിൻ്റെ ഡയറക്ടറാണ് മൽഹോത്ര, ഗൗതം മൽഹോത്രയെ ആ ഘട്ടത്തിൽ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് വരികയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു അവിശുദ്ധ ബിസിനസ് പങ്കാളിയെ എന്തിന് സർക്കാർ ഏറ്റെടുക്കുന്നു എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതിനും ഉണ്ട് ഈ മൽഹോത്ര അല്ലാതെ മറ്റൊരാളുകളും കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ച് ടെൻഡറൊന്നും തന്നിരുന്നില്ല. ടെൻഡറിൽ സാധ്യതയുള്ള കമ്പനി, 20 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള കമ്പനി ഇത് മാത്രമാണ്. ടെൻഡർ ക്ഷണിച്ചിട്ടില്ലെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പക്ഷേ CPM പറയുന്നത് 20 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള, ഈ രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഏക കമ്പനി ഒയാസിസ് ആണ്, ഒയാസിസ് കൊമേഴ്ഷ്യലാണ്. അതുകൊണ്ടാണ് അവർക്ക് അനുമതി നൽകുന്നതാണ് CPMൻ്റെ വിശദീകരണം. ഏതായാലും കർണാടകയിലെ സ്പിരിറ്റ് ലോബിക്ക് കനത്ത തിരിച്ചടി നൽകാനാണ് പാലക്കാട് ബ്രൂവറി ഫാക്ടറിക്ക് അനുമതി നൽകിയതെന്നാണ് CPMൻ്റെയും സർക്കാരിൻ്റെയും നിലപാട്.